ഹായ് ഹലോ എവ്രി വൺ. ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പം തന്നെ നോക്കിയത് അപ്പത്തിൻ്റെ മാവ് പൊന്തിയിട്ടുണ്ടോയെന്നായിരുന്നു കേട്ടോ. ഇവിടെ തണുപ്പായത് കാരണം ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് അരച്ച് ഹീറ്ററിൻ്റെ മുന്നിലൊക്കെ വെച്ചതായിരുന്നു. ഏതായാലും അത് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം വേഗം ഉണ്ടാക്കി. പിന്നെ അപ്പത്തിന് കറിയായിട്ട് ഉള്ളിയും തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുള്ളൂ. അതിന് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് ഉള്ളിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് വേറെ മസാലയൊന്നും ഇടുന്നില്ല. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത്ര മാത്രം ഇട്ട് അതൊന്ന് ആയ ശേഷം തക്കാളിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ. പിന്നെ ചായക്ക് വേണ്ടിയിട്ട് പാല് വെച്ച് ഇഞ്ചിയും കൂടെ അതിൻ്റെ അകത്തേക്ക് കുത്തിയിട്ടു. പിന്നെ കുറച്ച് ഇവക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുത്തു. പക്ഷെ അവളെ എക്സ്പ്രഷൻ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ചായയും കൂടെ തിളപ്പിച്ചെടുത്തിട്ട് ഏട്ടനുള്ള ഫുഡ് വേഗം കൊടുത്തു കേട്ടോ. ഏട്ടന് പോകാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് മോന് കമ്മ്യൂണിറ്റി ലഞ്ചാണ്. അപ്പം അവൻ എക്സ്ട്രാ ക്വാണ്ടിറ്റിയിൽ ഫുഡ് കൊണ്ടുപോകണം. അപ്പം ഞാൻ മിനി സമൂസ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇന്നലെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് ജീരകം ഇട്ട് മട്ടറും കൂടി ഇട്ട് കുറച്ച് മുളക് പൊടി മല്ലിയിലയും കൂടി ഇട്ട് വേറെ മസാലയൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം പിള്ളേർക്ക് കഴിക്കാനുള്ളതായത് കാരണം സ്പൈസി ആയാലും അവർ കഴിക്കുമോ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് അത്രേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അങ്ങനെ മൈദപ്പൊടി ഇങ്ങനെ ചപ്പാത്തീൻ്റെ പോലെ പരത്തിയെടുത്ത് 4 മുറിച്ചിട്ട് ഈ ഫില്ലിങ് അതിൻ്റെ അകത്തേക്ക് വെക്കും. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലത്തെ സമൂസ പോലെയല്ല കേട്ടോ. എന്നിട്ട് ഇത് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷെ അത് ഫ്രൈ ചെയ്യുമ്പം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ അതിൻ്റെ ക്രിസ്പിനെസ് കുറേ നേരം നിൽക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും മോൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ എന്താ ഒന്ന് ഉണ്ടാക്കിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനും കൊടുത്തു ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാ ബൈ ബൈ.